ഇന്ന് ജീവിതത്തിലെ സകല നിരാശകൾക്കും കാരണം മനുഷ്യർക്ക് ഉള്ളതിൽ തൃപ്തിയോടെ ജീവിക്കാൻ സാധ്യമാകാത്തതാണ്. ജീവിതം സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണെന്ന് പലരും പറയുകയില്ല. മനുഷ്യരുടെ അനാവശ്യമായ ആഗ്രഹങ്ങളാണ് സകല നിരാശകൾക്കും കാരണമാകുന്നത്. മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത്. പാപപങ്കിലമായ ഹൃദയം ദൈവത്തിൽ നിന്നും അകലുന്നു. ജീവിതത്തിലെ സഹനങ്ങൾ മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു. ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ മനുഷ്യരുടെ തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ട് വന്ന് ചേരുന്നതാണ്. യേശുവിൻ്റെ കൂടെ വചനം കേട്ട് നടന്ന യൂദായുടെ സ്നേഹം പോലും തനിക്ക് എന്ത് ലഭിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂദ ഇസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന്, നിങ്ങൾ എന്തു തരും? ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അന്നു മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു. മത്തായി സുവിശേഷം 26 14 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ. യേശുവിൻ്റെ കൂടെ നടന്ന യൂദായുടെ സ്നേഹം പോലും 30 വെള്ളിക്കാശിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇന്നും മനുഷ്യരുടെ സ്നേഹം എനിക്ക് എന്ത് കിട്ടും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. യേശുവിൻ്റെ കൂടെ നടന്ന പലരും യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് കണ്ട് സന്തോഷിച്ചു. കാരണം യേശുവിൻ്റെ കൂടെ നടന്നാൽ ഭൗതികമായ അപ്പം തിന്ന് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാം എന്ന് അവർ കരുതി. അവരുടെ ആഗ്രഹം മനസ്സിലാക്കിയ യേശു പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കലേക്കുള്ള നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ 6:26-27 വചനങ്ങൾ. നിത്യജീവന് വേണ്ടിയുള്ള ആഹാരം ഭക്ഷിപ്പാനാണ് യേശു പറഞ്ഞത്. അത് സന്തോഷത്തിൻ്റെ അപ്പമല്ല, കഷ്ടതയുടെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അപ്പമാണ്. അതാണ് യേശുവിൻ്റെ ശരീരമാകുന്ന അപ്പം. യേശു ശിഷ്യന്മാരിൽ നിന്ന് വിടവാങ്ങുന്നതിന് മുൻപ് അവരോട് പറഞ്ഞതും യേശുവാകുന്ന ശരീരത്തിൻ്റെ അംശികളാകുവാനാണ്. യേശുവാകുന്ന ശരീരത്തിൻ്റെ അംശികളാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മക്കളായി തീരുക എന്നതാണ്. എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ മക്കൾ ആകുന്നത്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 1 വചനം. അവനെ ഉള്ളത്തിൽ കൈക്കൊണ്ടാലാണ് നാം ദൈവമക്കൾ ആകുന്നത്. ഉള്ളത്തിൽ യേശു വരണമെങ്കിൽ എന്ത് നാം ചെയ്യണം എന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി സുവിശേഷം 5 വചനം. ദൈവമക്കളായാൽ നാം നമ്മുടെ പിതാവിൻ്റെ സകല സ്വത്തുക്കൾക്കും അവകാശിയാണ്. യേശുവിന് ഈ ഭൂമിയിൽ സ്വന്തമായി യാതൊരു സ്വത്തുക്കളും ഉണ്ടായിരുന്നില്ല. ദരിദ്രമായ ഒരു കുടുംബത്തിൽ ദരിദ്രമായ ഒരു കന്യകയിൽ നിന്നും ജാതം ചെയ്തു. ദരിദ്രനായി ജീവിച്ചു, ദരിദ്രനായി മരിച്ചു. ആകെ ഉണ്ടായിരുന്ന സമ്പത്ത് എന്ന് പറയുന്നത് കുറെ നിന്ദകളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ദുസ്സഹമായ ക്രൂശും ആയിരുന്നു. ഈ സമ്പത്തിന് മക്കളും അവകാശികളാണ്. യേശുവിൻ്റെ ഓഹരിയായ ക്രൂശ് മക്കളായ നമ്മിൽ വന്നു ചേരുന്നുവെങ്കിൽ നാം ഒന്നോർക്കണം, നാം നമ്മെ ദൈവം തൻ്റെ മക്കളായി അംഗീകരിക്കുകയാണ്. ക്രൂശ് കണ്ട് ഓടിപ്പോകുന്നവരാരും ജീവിതത്തിലെ ക്രൂശിനെ നിരാകരിക്കുന്നവരും യേശുവിനുള്ളവരല്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. മത്തായി സുവിശേഷം 16 വചനം. ഇന്ന് ആര് ക്രൂശ് ചുമക്കുവാൻ തയ്യാറാകുന്നില്ല?
നാം ക്രൂശ് ചുമക്കാൻ തയ്യാറായാൽ അതിൻ്റെ ഭാരം ദൈവം ലഘൂകരിക്കും. സഹനത്തിൻ്റെയും വേളയിൽ ദൈവമുഖം അന്വേഷിച്ചാൽ മുഖം പ്രകാശിതമാകും. അപ്പോൾ ഏത് കഷ്ടതയെയും അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിയും. ദൈവസന്നിധിയിൽ വസിച്ച മോശയുടെ ത്വക്ക് മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ സൂര്യനെ പോലെ പ്രകാശിച്ചു. ദൈവകൽപ്പന അനുസരിച്ചതിൻ്റെ പേരിൽ തീയിലെറിയപ്പെട്ട 3 യൗവനക്കാർ തീയുടെ ഗന്ധം പോലും ഏൽക്കാതെ ദൈവം പുറത്തു വരുത്തി. യേശുവിനെ ദർശിക്കുകയും ക്രൂശിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുകയും ചെയ്ത പൗലോസ് എല്ലാം ഛേദമെന്നെണ്ണി ക്രൂശ് സഹിച്ചു. ക്രൂശിന്റെ മകനായി മാറിയ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, മരണത്തിനോ, ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 34 മുതൽ 38-39 വചനങ്ങൾ വരെ. ഈ വിശ്വാസം നമ്മിൽ വരുമ്പോഴാണ് നാം ദൈവമക്കളായി തീരുന്നത്. യേശുവിന്റെ ക്രൂശിന്റെ അവകാശികളായി നാം മാറുന്നത്. ജീവിതത്തിലെ ക്രൂശുകൾ സന്തോഷത്തോടെ സ്വീകരിച്ച് യേശുവിന്റെ മക്കളായി നമുക്ക് മാറാം. അങ്ങനെയുള്ള ദൈവമക്കൾ സന്തോഷത്തോടെ പറയും, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com